ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാർ ഡയറീസ് ഡേ 2. രാവിലെ തന്നെ നമ്മൾ ഒരു 8 മണിനുള്ളിൽ തന്നെ ചെക്കൗട്ട് ചെയ്തൊരു കട്ടൻ ചായ കുടിച്ചിട്ട് എന്നിട്ട് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന വഴി ശരവണ ഭവനോ അരിഭവനോ എന്നറിയില്ല, ഏതോ ഭവനിൽ കയറി സിമ്പിളായ ഫുഡ് കഴിച്ചിട്ട് വളരെ കോംപ്ലിക്കേറ്റഡായ ബില്ലും വാങ്ങി ആ സന്തോഷത്തിൽ ട്രാവലിൽ കയറിയിരിക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാറിൽ ഇങ്ങനെ കയറി പോകുന്ന വഴിയിൽ നല്ല നല്ല ലൊക്കേഷൻസ് കണ്ടാൽ നമുക്ക് കാണാൻ വിസിറ്റ് ചെയ്യാം. പ്രത്യേകം പ്ലാൻ ഒന്നുമില്ല കേട്ടോ, പ്രീ പ്ലാൻഡ് അല്ല കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളുണ്ട്, അത് ഒപ്പിയെടുക്കുന്ന വിനോദസഞ്ചാരികളെയും കാണാം. പിന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ, കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നിർത്തിയിട്ടില്ലേ. ഞങ്ങൾ ഫസ്റ്റ് നിർത്തിയത് ഒരു ആന സവാരി കേന്ദ്രം ഒന്നാണ് തോന്നുന്നത്. അവിടെ നിർത്തി. അവിടെ ആളുകൾ ആനേനെ പുറത്ത് കയറി ട്രക്കിങ്ങിന് പോകണമൊക്കെ കാണുന്നുണ്ട്. പിന്നെ അവിടെ ആനകൾക്ക് നമുക്ക് ഫുഡ് ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ആനപ്പുറത്ത് കയറാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടും അതിനായിട്ട് വെറുതെ പൈസ ചിലവാക്കേണ്ടെന്നൊരു തീരുമാനത്തിൽ ഞങ്ങളവിടെ ആനകളെ കണ്ട് അതിൻ്റെ മുകളിൽ കയറാതെ തിരിച്ചു വന്നിട്ടോ. ഞങ്ങൾ പിന്നെ എത്തിയത് മാട്ടുപ്പെട്ടി ഡാമിലാണ്. ഡാം നിർത്തിയെടുത്ത് നമ്മൾ കുറേ നടന്നിട്ടോ. തട്ടായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ എത്ര ദൂരം ഇറങ്ങി വന്ന് നമുക്ക് മനസ്സിലായില്ലേ. ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ച് കയറുമ്പോഴാണ് നമ്മൾ എത്രത്തോനെ ഇറങ്ങിക്കിടന്ന് മനസ്സിലായത് കേട്ടോ. കുറച്ച് മെനക്കെട്ട് പോയി. പിന്നെ നമ്മൾ ബോട്ടിങ് നമ്മൾ സോളാർ ബോട്ടാണ് ചൂസ് ചെയ്തത്. നമുക്ക് അംഗസംഖ്യ കൂടുതലാണല്ലോ. അപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്തിട്ടും നമുക്ക് ബോറടിച്ചില്ല. കാരണം ചുറ്റുമുള്ള കാഴ്ചകൾ അടിപൊളിയാണ്, നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ബോട്ടിങ്ങിന് എന്താ പറയുക, ഈ 2000 രൂപയാന്ന് തോന്നുന്നു. ബിലോ 5 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് ടിക്കറ്റ് വേണ്ട, അല്ല എണ്ണത്തിൽ കൂട്ടൂല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അവിടെ പെഡൽ ബോട്ട്, ബാക്കിയുള്ള ടൈപ്പ് ബോട്ടുകളുണ്ട് കേട്ടോ. നമ്മൾ എണ്ണത്തിനനുസരിച്ച് നോക്കിയിട്ട് എടുത്തതാണ്. 2000 റുപ്പീസ് ആയെന്നാണ് തോന്നുന്നത്. ഇതാട്ടോ നമ്മൾ വന്ന ബോട്ട്. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, മൂന്നാറിലെ ആദ്യത്തെ സോളാർ ബോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ബോട്ടിൽ കയറി ബോട്ടിൽ ഡാൻസും പാട്ടിനൊക്കെ ഉള്ള സാങ്കേതിക വിദ്യകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഡാമിൽ നല്ല തണുത്ത കാറ്റും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അവർ ഡാമിൻ്റെ നടുവിൽ ചെറിയൊരു കുഞ്ഞു വട്ടത്തിൽ പതുക്കെ കറക്കിയിട്ട് വേഗം തിരിച്ചെത്തിച്ച പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇതിന് മുന്നേ നമ്മൾ കക്കയത്ത് പോയില്ലായിരുന്നു, ബോട്ടിൽ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഒരുപാട് ഒരു 45 മിനിറ്റ്സോളം നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഗൈഡും എക്സ്പ്ലനേഷനും ഒന്നുമില്ല കേട്ടോ. 2000 രൂപയ്ക്ക് ഞങ്ങൾ പോകുന്നു. പക്ഷേ എക്സ്പീരിയൻസ് ഓക്കെ, കുഴപ്പമില്ല. ലൈറ്റായിട്ട് പറ്റിച്ചോന്നൊരു സംശയം. തിരികെ കയറി വന്നപ്പോൾ സത്യം പറയാം ക്ഷീണിച്ച് പോയി.